ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ ഇപ്പം നിലവിൽ ജിയോ പൊളിറ്റിക്കലി പല ഡെവലപ്മെൻറ്റ്സുകൾ നടക്കുന്നുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് UAEയും സൗത്ത് കൊറിയയും തമ്മിൽ $35 ബില്യൺ വർത്ത് വരുന്ന എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. $35 ബില്യൺ വർത്ത് വരുന്ന കരാർ. അത് വെറും കരാറല്ല, ഡിഫൻസ് കോപ്പറേഷൻ എഗ്രിമെൻറ്റ്. അതാണ് നമ്മൾ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ടത്. ഇതിൽ പലതിലും UAEക്ക് ഉള്ളിൽ വെച്ചിട്ട് ലോക്കലി മാനുഫാക്ചറിങ് ചെയ്യാൻ സമ്മതം അറിയിച്ചുകൊണ്ടുള്ള സൗത്ത് കൊറിയയുടെ പല കരാറുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ നിർണായകമായിട്ടുള്ളൊരു കരാറാണ്. ഇത് ഡീപ്പ് ലെവലിൽ പോയി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ പോയിന്റോട് കൂടി രണ്ട് രാജ്യങ്ങളും കൂടി ചേർന്ന് ആലോചിച്ച് എടുത്ത തീരുമാനത്തിൻ്റെ പേരിലാണ് ഈ $35 ബില്യൺ എഗ്രിമെൻറ്റ് രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അതേപോലെ ഡിഫൻസിൽ ഓട്ടോണോമസ് വെപ്പണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിനകത്ത് ധാരണയുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അത്തരത്തിൽ മോഡേൺ വെപ്പണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ സൗത്ത് കൊറിയയും UAEയും തമ്മിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രോജക്റ്റുകളിൽ വലിയ രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും UAEയും സൗത്ത് കൊറിയയും കൂടി ചേർന്നിട്ട് പ്രോജക്റ്റുകൾ ഇന്ത്യക്കുള്ളിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് UAEയും സൗത്ത് കൊറിയയും തമ്മിൽ ഈ ഒരു $35 ബില്യൺ വർത്ത് വരുന്ന ഒരു എഗ്രിമെൻറ്റിലേക്ക് എൻട്രി ആയിരിക്കുന്നത്. അതുപോലെ ഇറാനും അമേരിക്കയും തമ്മിൽ ജനീവയിൽ വെച്ച് നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത് യുദ്ധം എന്ന്, എപ്പോഴും, എങ്ങനെ, അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. പക്ഷേ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചേ പറ്റൂ അമേരിക്കയ്ക്ക്, വേറെ മാർഗമില്ല. മോഡി ഡിക്ലെയർസ് ഇന്ത്യ സ്റ്റാൻഡ് ബൈ ഇസ്രായേൽ വിത്ത് ഫുൾ കൺവിക്ഷൻ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ പറഞ്ഞത്. ഈ സ്റ്റേറ്റ്മെൻറ്റിന് വലിയ പ്രാധാന്യമുണ്ട്, ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യമുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ജിയോ പൊളിറ്റിക്കൽ ഫോർമുല വലിയ രീതിയിൽ മാറി മറിയുകയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടി. CIA ലോഞ്ചസ് ഓൺലൈൻ ക്യാമ്പയിൻ. അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള CIA ഓൺലൈൻ ക്യാമ്പയിനിലൂടെ ഇറാൻ്റെ ഉള്ളിലേക്ക് ഏജൻറ്റുകളെ ഹയർ ചെയ്യുകയാണ് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഈ ഹയർ ചെയ്യുന്നത് അമിഡ് പുഷ് ഫോർ വാർ, അതായത് യുദ്ധത്തിലേക്ക് അമേരിക്ക പ്രവേശിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ CIA ഏജൻറ്റുകളെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനിലൂടെ റിക്രൂട്ട്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. 4 ക്യൂബൻ നാഷണൽ, അമേരിക്കൻ ബേസ്ഡ് ക്യൂബൻ നാഷണൽസ് ആണ്. ഇവർ അമേരിക്കയുടെ ഉള്ളിലേക്ക് ആയുധം കടത്താൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു ബോട്ടിലൂടെ യാത്ര ചെയ്ത് വന്നുകൊണ്ടിരുന്ന സമയത്ത് അമേരിക്ക ആക്രമണം നടത്തി ഈ 4 പേരെ വധിച്ചിരിക്കുകയാണ്. 4 ക്യൂബൻ പൗരന്മാരെ, അമേരിക്കൻ ബേസ്ഡ് ക്യൂബൻ പൗരന്മാരെയാണ് അമേരിക്ക വധിച്ചിരിക്കുന്നത്. അതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചതാണ് വെപ്പൺ സ്മഗിൾ ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ ഉള്ളിലേക്ക് എന്നുള്ള കാരണമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ലെബനാൻ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലാണ്. അതായത് നമ്മളുടെ രാജ്യത്തിൻ്റെ സോവറിനിറ്റി ആണോ, അല്ലെങ്കിൽ ഒരു നോർമലൈസേഷൻ പ്രോസസ്സിലോട്ട് പോകണോ, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നോർമലൈസേഷൻ, നെയ്ബർഹുഡ് നോർമലൈസേഷൻ, അത്തരത്തിലൊരു തീരുമാനം എടുക്കണോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസൈഡ് തന്നെയുള്ള ഹെസ്ബുള്ളയുമായിട്ട് ഒരു നോർമലൈസേഷൻ വേണോ, ഇത്തരത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീർപ്പ് മുട്ടുന്ന സാഹചര്യമാണ് ലെബനനിൽ ഉള്ളത്. അപ്പോൾ അത് ലെബനൻ ഗവൺമെൻറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ലെബനാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ 16 കരാറുകളാണ് സൈൻ ചെയ്തത്. ഈ 16 കരാറുകളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കരാറുകളാണ്. ഇതിനു മുമ്പ് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഇത്തരത്തിലുള്ള എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്യപ്പെട്ടിട്ടില്ല ഒരിക്കലും. ഇത് വളരെ പോസിറ്റീവായിട്ടും അതേപോലെ ഇന്ത്യക്ക് ഒരുപാട് ഗുണം നൽകുന്ന ഒരു സന്ദർശനവുമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ 16 കരാറുകൾ ഏതൊക്കെ മേഖലകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 അഗ്രികൾച്ചർ ഇന്നോവേഷൻ, 2 സിവിലിയൻ ഡ്രോൺ യൂസ്, സാറ്റലൈറ്റ് ഡേറ്റ കോപ്പറേഷൻ, ഇറിഗേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ ടെക്. ഇതൊക്കെ അഗ്രികൾച്ചറിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കരാറാണ് ഈ ഇറിഗേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ ടെക് എന്ന് പറയുന്നത്. എങ്ങനെ വളം പ്രയോഗിക്കണം, എങ്ങനെ വാട്ടർ ഡ്രിപ്പ് ഇറിഗേഷൻ ആയിക്കോട്ടെ, പല വിളകൾക്കും പല തരത്തിലുള്ള ഇറിഗേഷൻസാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള പഠന രീതികൾ ഇന്ത്യക്കുള്ളിൽ അവലംബിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ യൂണിവേഴ്സിറ്റികൾ ഇങ്ങോട്ട് വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള എഗ്രിമെൻ്റാണിത്. പെസ്റ്റ് കൺട്രോൾ ആൻഡ് ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ, അഡ്വാൻസ്ഡ് അഗ്രിടെക് നോളജ് ട്രാൻസ്ഫർ. ഇതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാർക്ക്, ഫാർമേഴ്സിന് എങ്ങനെ നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ ചെലവിൽ വളരെ വളരെ ലാഭകരമായിട്ട് കൃഷി നടത്തി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള തരത്തിലുള്ള പല പഠനങ്ങളും, ഇസ്രായേലിൽ തെളിയിക്കപ്പെട്ട പല പഠനങ്ങളും ഇന്ത്യക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ ഇസ്രായേൽ ആർക്കും തന്നെ അങ്ങനെ എളുപ്പത്തിൽ ചെന്ന് പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതോ ആയ ടെക്നോളജികളൊന്നും അല്ല.
മിഡിൽ ഈസ്റ്റിൽ ഈ ഡെസേർട്ട് ലാൻഡിൽ ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് മിഡിൽ ഈസ്റ്റിൽ ഒട്ടാകെ വിറ്റഴിക്കുകയും ജോർദാൻ പോലത്തെ രാജ്യങ്ങൾ അതേപോലെ നെയ്ബർഹുഡ് കിടക്കുന്ന പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും അവർ കയറ്റി അയക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സെൽഫ് റിലയൻസ് നേടിയെടുത്ത രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ അവരുടെ ആ ടെക്നോളജി ഇന്ത്യക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല, പ്രത്യേകിച്ച് ഫാർമേഴ്സിന്. ഞാനിപ്പോൾ ഇത് മാത്രം ഇവിടെ എടുത്ത് പറയാനുള്ള കാരണം വെച്ചാൽ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ഞാൻ ഇൻസൈറ്റ്സ് മലയാളം എന്ന് പറഞ്ഞ മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. അപ്പം ഇത്തരത്തിൽ ഇസ്രായേലും ഇന്ത്യയും ജെറുസലേമിൽ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലാണ് ഈ പ്രസ്താവന റിലീസ് ചെയ്തത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂ റിസർച്ച് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഇന്ത്യയിൽ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എലോങ് സൈഡിൽ ട്രെയിനിങ് പ്രോഗ്രാം, അതേപോലെ തന്നെ എക്സ്പേർട്ട് എക്സ്ചേഞ്ച് ആൻഡ് അക്കാഡമിക് കൊളാബറേഷൻ. അപ്പം ഇത്തരത്തിൽ വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. അപ്പാർട്ട് ഫ്രം ഡിഫൻസ്, അതായത് ഈ ഡിഫൻസ് കരാറുകൾക്ക് അപ്പുറത്തേക്ക് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ അഗ്രികൾച്ചർ മേഖലയിൽ സാധാരണക്കാർക്ക് എത്തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള നിലയിൽ ഇന്ത്യൻ ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവരുന്ന ഇസ്രായേൽ ടെക്നോളജി അഗ്രികൾച്ചർ മേഖലയിൽ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2500 കോടിയുടെ കോൺട്രാക്ട്. ഇത് ഇസ്രായേലല്ല, ഇവിടെ ഇന്ത്യയിൽ LNT എന്ന് പറഞ്ഞ കമ്പനി. ഈ പ്രോജക്റ്റ് ലിഗോ ഇന്ത്യ പ്രിസിഷൻ ഇൻഫ്രാസ്ട്രക്ചർ, LNTയുടെ ഹെവി സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ഹെവി എഞ്ചിനീയറിംഗ് വെഹിക്കിൾസ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഈ രണ്ട് കമ്പനികളും LNTയും ലാർസൻ ആൻഡ് ടൂബ്രോയും ലിഗോ ഇന്ത്യ പ്രോജക്റ്റ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. മഹാരാഷ്ട്രയിലാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ സ്ഥലം അക്വിസിഷൻ ചെയ്തിരിക്കുന്നത്. 2500 കോടിയാണ് ഈ പ്രോജക്റ്റിന്റെ ഇനീഷ്യൽ ഫണ്ടിങ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് 100 മില്യൺ ഫോളോവേഴ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് ഗ്ലോബലി തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററിനോ അല്ലെങ്കിൽ ഒരു ലോക നേതാവിനോ കിട്ടാത്തൊരു അച്ചീവ്മെൻ്റ് ആണ്. പല നേതാക്കളുടെയും പേജ് ഇതിനേക്കാളും എത്രയോ മടങ്ങ് കുറവാണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 25 നമ്മളുടെ UN റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള അനുപമ സിംഗ് ആണ് പാകിസ്ഥാനെതിരെ കൃത്യമായ പോയിന്റുകൾ, അത് പ്രത്യേകിച്ച് JNKയുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ലാലാ ലാൻഡ് കൈവശം വെച്ചിരിക്കുകയാണെന്നുള്ള രീതിയിൽ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഈ ജമ്മു ആൻഡ് കശ്മീരുമായിട്ട് ബന്ധപ്പെട്ട ക്ലെയിമിന് മറുപടി കൊടുത്തത്. അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ വിസിറ്റ് ചെയ്ത സമയത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ 2 പേഴ്സണൽ കോട്ടിങ്സ് ഉണ്ടായിരുന്നു. അതിലൊന്ന്, സ്ഥിരമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകുമായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് നെതന്യാഹുവിൻ്റെ ഭാര്യ സാറയെ കണ്ടുമുട്ടുന്നത്. സെക്കൻഡ് ടൈം അവിടെ പോയ സമയത്ത് വീണ്ടും സാറയെ കാണാൻ സാഹചര്യം അവിടെ വെച്ചിട്ടാണ് ഒരുങ്ങിയത് എന്നുള്ള ഒരു പേഴ്സണൽ സ്റ്റോറി ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പുള്ളിയുടെ ലൈഫ് സെറ്റിലായതിനെക്കുറിച്ചുള്ള, ഒരു മാരേജ് ലൈഫിലേക്ക് പോയതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ വേൾഡ് വാറിൻ്റെ ടൈമിൽ ഇന്ത്യൻ സോൾജേഴ്സ് ഹൈഫ ബാറ്റിലിൽ ജൂവിഷിന് വേണ്ടിയിട്ട്, ജൂവിഷിൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സോൾജേഴ്സ് അവരുടെ ജീവൻ ത്യാഗം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഇന്ത്യയെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടുള്ള നന്ദി പ്രകടനവും പ്രൈം മിനിസ്റ്റർ മോദിയുടെ അടുത്ത് ഷെയർ ചെയ്തായിരുന്നു. ഇത്തരത്തിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇത്തവണ ബിൽഡ് ആയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഈ ഒരു പ്രോജക്റ്റ്, മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, ഈ IMAC കോറിഡോർ, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, ആ എക്കണോമിക് കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് ലൈം ലൈറ്റിൽ തന്നെയാണ് ഉള്ളത്. ഈ ഹെക്സഗോൺ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പുതിയ അലയിൽ സൗദി അറേബ്യ ജോയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പം ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പം UAE ജോയിൻ ചെയ്യും, പക്ഷേ അതേസമയം സൗദി അറേബ്യയും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഹെക്സഗോൺ എന്ന് പറഞ്ഞ ഈ ഒരു അലയൻസ് ശക്തമായ രീതിയിൽ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 രാജ്യങ്ങൾ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൽ സൗദി അറേബ്യയെ ഇന്ത്യയുമായിട്ട് അടുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതായത് സൗദി അറേബ്യയിൽ നിന്ന് കുറച്ച് ഓയിൽ പർച്ചേസ് നടത്തി അവരെ വഴിക്ക് കൊണ്ടുവരാൻ, മെരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് ഇന്ത്യ വൈകാതെ തന്നെ തുടക്കം കുറിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കുറച്ച് ഓയിൽ സൗദി അറേബ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം എന്നുള്ള രീതിയിലൊരു തീരുമാനമെടുത്താൽ IMAC കോറിഡോറിലേക്കുള്ള ആ ഒരു ദൂരം ഇച്ചിരി കുറയും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അത് സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് മാറും. സൗദി അറേബ്യ സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ IMAC കോറിഡോർ എന്ന് പറഞ്ഞ ആ ഒരു പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അപ്പം ഇന്ത്യയും ഇസ്രായേലും തകൃതിയായിട്ട് ബാക്ക് ഡോറിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയെ മെരുക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വരുന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യ എങ്ങനെയാണ് സൗദി അറേബ്യയെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്,
അതിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് സൗദി അറേബ്യയിൽ നിന്നും നിശ്ചിത തോതിലുള്ള എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ തീരുമാനമെടുത്തിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.